വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെക് മലയാളം. എൻ്റെ പേര് അലൻ. ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ ഇവിടെ വീട്ടിൽ വീഡിയോ എല്ലാം ചെയ്ത് യൂട്യൂബിൽ ഇട്ടതിന് ശേഷം ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നു. അവൻ്റെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അവനും പറയാൻ ഉദ്ദേശമില്ല. അവൻ ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. അവൻ എന്നോട് പറയുമായിരുന്നു, എടാ എൻ്റെ ഫോണിലെ വീഡിയോസ് ഇമേജസ് എല്ലാം റീസ്റ്റോർ ചെയ്യാമെന്ന് അവൻ്റെ ചോദിച്ചു. ഫായത്തിന് എനിക്കത് അറിയാമായിരുന്നു, എങ്ങനെ റീസ്റ്റോർ ചെയ്യണമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോഴത്തേക്കാണ് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചത്, നീ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയിലേ ഉള്ളൂ, നിനക്ക് ഇതൊരു വീഡിയോ ആയിട്ട് ഇട്ടൂടെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് ആ ഐഡിയ ഉദിച്ചത്. അപ്പോഴേ ഞാനത് വീഡിയോ ആക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗായ്സ്. എൻ്റെ അതുകൊണ്ടാണ് ഞാനിന്ന് അതാണ് എൻ്റെ സബ്ജക്റ്റ്. നമുക്കെങ്ങനെ നമ്മുടെ ഡിലീറ്റ് ആയിപ്പോയ വീഡിയോസും ഇമേജസും തിരിച്ച് നമ്മുടെ ഗാലറിയിൽ തന്നെ കൊണ്ടുവരാം, എങ്ങനെ ചെയ്യാം. പിന്നെ ഗായ്സ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ ആ റെഡ് ബട്ടൺ സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സൈഡിൽ വരുന്ന ആ ബെൽ നോട്ടിഫിക്കേഷനോടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങളൊന്ന് കാണുക. പരമാവധി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, കാരണം അവർക്കെല്ലാം ഇത് ആവശ്യമായി വരും. എന്നാൽ ഗൈസ്, നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇമേജസ് റിക്കവർ ചെയ്യുന്നതിനായി നമ്മൾ ആദ്യം തന്നെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. ഫയൽ മാനേജർ ഇത് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ പോയി നോക്കുകയാണ്. DCIM നമ്മൾ ആദ്യം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ താഴെ എവിടെയെങ്കിലും DCIM കാണും. അതിനുശേഷം നമ്മൾ DCI ഓപ്പൺ ചെയ്യുക. DCIM ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ DCIM ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഡിലീറ്റഡ് ഇമേജസ് റിക്കവർ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇമേജസ് തിരിച്ച് കിട്ടാനായി ഉള്ളൊരു മെത്തേഡാണ്. അതിനായി നമ്മൾ ആദ്യം ഇതിപ്പോൾ ആൻഡ്രോയിഡ് റെഡ്മിയുടെ ഫോണാണ്. ചില ഫോൺസിൻ്റെയൊക്കെ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ് 3 ഡോട്ട്സ് കാണും, അല്ലെങ്കിൽ 3 ലൈൻസ് കാണും. ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് ടോപ്പിലായിരിക്കും. ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 3 ലൈൻസാണുള്ളത്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണാമെന്ന് ട്രാൻസ്ഫർ ഫയൽസ്, ഡീപ്പ് ക്ലീൻ, ഫേവറേറ്റ്, ഹിഡൻ ഫോൾഡർ, സോർട്ട് ബൈ, ക്രിയേറ്റ് ഫോൾഡർ, സെറ്റിങ്സ്. അതിനായി നമ്മൾ ആദ്യം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാവുന്നതാണ് ഷോ ഹിഡൻ ഫയൽസ്. അത് നമ്മളൊന്ന് ജസ്റ്റ് ഇനേബിൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഇനേബിൾ ചെയ്ത് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം നമ്മൾ ബാക്ക് പോയതിന് ശേഷം വീണ്ടും ഇൻറ്റേർണൽ സ്റ്റോറേജിൽ പോയി DCIM ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇതാ DCIM ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആദ്യം ഇതിപ്പോൾ ഞാൻ 2 തവണ ട്രൈ ചെയ്ത് നോക്കി. നമ്മുടെ ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്, ഡോട്ട് തമ്പനെയിൽ. അതിൻ്റെ അകത്തായിരിക്കും നമ്മുടെ ഇമേജസ് എല്ലാം കിടക്കുന്നത്. അത് നമ്മൾ ചില ഫോണിലൊന്നും ആ ഇമേജസ് കാണാൻ കഴിയില്ല. ചിലപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ തന്നെ കാണാൻ കഴിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ എടുക്കുമ്പോൾ ഒരു ഇമേജസ് ഒന്നും കാണാൻ കഴിയുന്നില്ല. അതിനായി നമ്മൾ അപ്പോൾ ആ ഡോട്ട് കിടക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് നമ്മൾ അതൊന്ന് റീനെയിം ചെയ്ത് കൊടുക്കുക. ഇത് അവിടെ റീനെയിം ഉണ്ട്, നമ്മളൊന്ന് റീനെയിം ചെയ്ത് കൊടുക്കുകയാണ്. ടെക് മലയാളം എന്ന് ഞാൻ അതിനെ റീം ചെയ്തു. അപ്പോൾ ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ടെക് മലയാളം എന്ന് വന്നിരിക്കുകയാണ്. അതിൽ ഞാൻ ചെയ്തതിന് ശേഷം നമ്മളിവിടെ മുകളിൽ നോക്കുമ്പോൾ ക്യാമറ എന്ന ഓപ്ഷൻ കാണും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലെടുത്തിട്ടുള്ള ഫോട്ടോസ്, അതും ഡിലീറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് എല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതാ ഞാൻ ക്യാമറ നീക്കി, ഇതാ നിങ്ങൾക്ക് എല്ലാ ഫോട്ടോസും ഇവിടെ കാണാവുന്നതാണ്. ഡിലീറ്റ് ആയിപ്പോയ എല്ലാ ഫോട്ടോസും ഇവിടെ തന്നെയുണ്ട്. എല്ലാ ഫോട്ടോസും ഇവിടെ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. എല്ലാ ഡിലീറ്റായ ഫോട്ടോസും നമുക്കിവിടെ ലഭിക്കുന്നതാണ്. എല്ലാ ഡിലീറ്റായ ഫോട്ടോസും ഇതാ. അത് മാത്രമല്ല, വേറെ അടുത്ത ഫോട്ടോസും ഇതാ ലഭിച്ചു. എല്ലാ ഫോട്ടോസും നമുക്ക് ലഭിക്കുന്നതാണ്. ഇതൊരു ഈസി മെത്തേഡാണ്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തെടുക്കുക. നിങ്ങളുടെ പണ്ടത്തെ ഫോട്ടോസൊക്കെ ഇതിനൊക്കെ ഡിലീറ്റ് ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇതൊരു എളുപ്പ വഴിയാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾക്കൊരു നല്ല വീഡിയോ ആണ്. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഈ വീഡിയോ